കോഴിക്കോട് നിന്ന് എം.എസ്. അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, കണ്ണാടിക്കൽ അർജുനെ സ്വീകരിക്കാൻ ഇരിക്കുകയാണ്. അന്ത്യയാത്ര നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായാണ് എല്ലാവരും അവിടെ അർജുന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുന്നത്. കേരളം ഒന്നാകെ വിലപിക്കുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സംസ്കാരം അടക്കമുള്ള ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അനീഷ്? തീർച്ചയായും കുടുംബം അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പായിരുന്നു. ആദ്യ ഒരു ഘട്ടത്തിൽ ജീവനോടെ അർജുൻ തിരിച്ചെത്തുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു കുടുംബം കാത്തിരുന്നത്. പിന്നീട് തെരച്ചിലിന്റെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഭൗതിക ശരീരമെങ്കിലും ലഭിച്ചാൽ മതിയെന്ന കാത്തിരിപ്പിലേക്ക് അത് വഴിമാറി. പിന്നീട് തെരച്ചിൽ അവസാനിച്ചപ്പോൾ അതൊരു നിരാശയിലേക്ക് വഴിമാറുന്ന കാത്തിരിപ്പായി മാറുകയും ചെയ്തു. അതിനുശേഷമാണ് സാഹചര്യം അനുകൂലമാവുകയും പുഴയിലെ ഒഴുക്ക് കുറയുകയും തെരച്ചിൽ നടത്താൻ പര്യാപ്തമാവുന്ന ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്ത് ട്രെജറുകൾ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ അദ്ദേഹത്തിന്റെ ലോറിയും അർജുനെയും കണ്ടെത്താൻ കഴിയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർണാടകത്തിലെ നടപടിക്രമങ്ങൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ബൈജുവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. അത് പൂർത്തിയായ ശേഷം എത്രയും പെട്ടെന്ന് ശിരൂരിൽ നിന്നും തിരിച്ചുള്ള മടക്കയാത്ര അർജുന്റെ ആരംഭിക്കും. വലിയ തോതിൽ ആദരവർപ്പിക്കാനായി ആളുകൾ ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വഴിനീളെ ആളുകൾ ആദരാഞ്ജലി അർപ്പിക്കുമ്പോഴും കാര്യമായ പൊതുദർശനം എന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടില്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. നേരെ കണ്ണാടിക്കലിലേക്ക് എത്തിക്കും. അവിടെ ഒരു വളരെ ചെറിയ സമയം ആളുകൾക്ക് ആദരവർപ്പിക്കാൻ അവസരമൊരുക്കും. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലും ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീടിന്റെ തൊട്ട് പിൻവശത്തായി ക്രമീകരിച്ചിരിക്കുന്ന ഇടത്തായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുള്ള ക്രമീകരണങ്ങൾ വീട്ടിൽ നേരത്തെ പൂർത്തിയാക്കി കഴിയുകയും ചെയ്തിരുന്നു. എന്തായാലും അങ്ങേയറ്റം അധ്വാനിയായ ഒരു മനുഷ്യൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ തരത്തിലുള്ള ജോലികൾക്ക് പോവുകയും തന്റെ കുടുംബത്തെ രക്ഷിക്കാനായി മുന്നോട്ടിറങ്ങുകയും സഹോദരനെയും സഹോദരിമാരെയും ഒക്കെ പഠിപ്പിക്കുകയും അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള സഹായവും ചെയ്തു നൽകിയ ആള്, നാട്ടിലെ എന്ത് കാര്യങ്ങൾക്കും പൊതു കാര്യങ്ങൾക്കുള്ള ഇടപെടൽ സജീവമായി നടത്തിയ ആള്, 2018 മഹാപ്രളയകാലത്ത് 1.5 മാസത്തോളം സ്വന്തം ജോലിക്ക് അവധി നൽകി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്ന ഒരു യുവാവ്. അങ്ങനെ ഓരോ ആളുകൾക്കും, ഈ അർജുനെ അടുത്തറിയാവുന്ന ഓരോ ആളുകൾക്കും ഓരോ അനുഭവങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. ഏവർക്കും നല്ലത് മാത്രം പറയാൻ അവശേഷിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് ഏറ്റവും യോജിച്ച അർഹിക്കുന്ന രീതിയിലുള്ള ഒരു വിടവാങ്ങൽ നടത്തുന്നതിന് തന്നെയാണ് കുടുംബം തയ്യാറെടുക്കുന്നത്. എന്തായാലും മരണ വിവരം, ഈ മൃതശരീരവും ലോറിയും ഒക്കെ കിട്ടിയെന്നറിഞ്ഞ സമയം മുതൽ സമൂഹത്തിന്റെ നാനാ ശ്രേണിയിലുള്ള നിരവധി ആളുകളാണ് ഈ കണ്ണാടിക്കലിലെ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയും ആ കുടുംബത്തിനെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നലെയും ഇന്നും ഒക്കെ കണ്ട ആളുകളുടെ അധികം ആളുകൾ നാളെ ഈ സംസ്കാര സമയത്ത് അവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോലീസ് മറ്റുമൊക്കെ ഇടപെട്ട് അതിനുള്ള ക്രമീകരണങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ട്രാഫിക് ക്രമീകരണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ വൈകാതെ പുറത്തിറങ്ങും. കൃത്യമായ ഒരു നിയന്ത്രണ വിധേയമായ രീതിയിൽ കാണാനെത്തുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ അവസരം നൽകാൻ തന്നെയാണ് സർക്കാരും തയ്യാറെടുക്കുന്നത്. തീർച്ചയായും എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണാടിക്കലിൽ നിന്നുള്ള വിവരങ്ങളാണ് അനീഷ് പങ്കുവച്ചത്. എന്തായാലും കേരളത്തിന്റെ ഒന്നാകെ നോവായി മാറുകയാണ് അർജുൻ. ശിരൂരിൽ നിന്ന് നമുക്കൊപ്പം KV ബൈജു വീണ്ടും ചേരുന്നുണ്ട്. ബൈജു,